വിപിൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ കോൺഗ്രസ് ഇപ്പോ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ്. സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ പോയി, സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുമില്ല. ഇപ്പൊ വടകര മത്സരിക്കാന്ന് വിചാരിച്ച മുരളീധരനെ ഇപ്പൊ ദാ തൃശ്ശൂരേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. പത്മജ പോയതിന്റെ വലിയൊരു ആലസ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. പത്മജ പോയതിന് BJPന്റെ ആ ഒരു കീശയിലേക്ക് ആക്കുന്ന പരിപാടി, പണം കൊടുത്ത് വരുതിയിലാക്കുന്ന ആ പരിപാടിയിലേക്കൊന്നും നമുക്ക് അത്രത്തോളം എന്താ താല്പര്യമുള്ളതല്ല. അതല്ല രാഷ്ട്രീയം. ഈ ഇമാതിരിയുള്ള രാഷ്ട്രീയത്തിനോട് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസിലുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പൊ കോൺഗ്രസിൽ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് കാര്യം? അടുത്ത BJP കാരനല്ലേ അയാൾ? കോൺഗ്രസിൽ തന്നെ നിൽക്കുന്ന എന്താണ് നമുക്ക് ഉറപ്പ്? അത്രയും അടിത്തറല്ല, ബലമില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയും. അതല്ല കോൺഗ്രസിന്റെ ഉള്ളിലുള്ള പടലപ്പിണക്കങ്ങളാണോ ഇതിനൊക്കെ കാരണം? എന്താണ് കോൺഗ്രസിന് പറ്റിയത്? ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കസാരകൾക്ക് അടിപിടി കൂടുമ്പോൾ കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്താണ് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള പ്രശ്നം? കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഈ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ ചെറിയ കേരളത്തിൽ നിന്ന് പോലും പാർട്ടിയിലേക്ക്, അതും മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ് BJPയിലേക്ക് പോയത്. അവര് പോയതിനെ ന്യായീകരിക്കുന്നതല്ല നമ്മളാരും. പക്ഷെ അവര് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാനും പറ്റില്ല. അവര് പറയുന്നു അവരെ മത്സരിച്ച് തോൽക്കുകയും ചെയ്തു. ഓക്കെയാണ്. പക്ഷെ ആ സമയത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെയാണ് അതില് അവരെ കാലുവാരിയത് എന്നാണ് പറയുന്നത്. അതിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ യാതൊരു നിയമ നടപടിയും എടുത്തിട്ടില്ല. നിയമ നടപടി എടുക്കുകയാണെങ്കിൽ രണ്ടാൾക്കും കൂടിയാണ് ഈ പരാതി കൊടുത്ത പത്മജനെയും നടപടി കൊടുത്ത ആളും നടപടി എടുത്ത്. അപ്പൊ അതൊക്കെ എന്ത് രീതിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്? ഇനിയും കോൺഗ്രസ് ശക്തമായുള്ള കാര്യങ്ങൾ നീക്കിയില്ലെങ്കിലും, അതല്ല ഇവരുടെ സമുന്നതമായ നേതാക്കളെ, അപ്പൊ സമുന്നതരായ നേതാക്കളൊക്കെ ഇങ്ങനെ BJPയിലേക്കും മറ്റു പാർട്ടികളിലേക്കും അധികാരത്തിന് വേണ്ടിയിട്ടും കസാരയ്ക്ക് വേണ്ടിയിട്ടും മാത്രമായിട്ടുള്ള ആ ഒരു അഭിനിവേശം മാത്രമാണോ അവർക്കുള്ളത്? വെറും വെറും ഉൾ ഉൾപാർട്ടി ഉൾപാർട്ടി ആണോ ഈ കോൺഗ്രസിന്റെ ഉള്ളിലുള്ളത്? പല പല ഗ്രൂപ്പുകൾ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അധപ്പതനം പൂർണ്ണമാവും ഈ തെരഞ്ഞെടുപ്പോടെ. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഇന്ത്യ മുന്നണിയെല്ലാം കൂടി ഒരു ചുക്കുമില്ലാത്ത മുന്നണിയായി മാറിയിരിക്കുകയാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരം രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു വിഷയമായി മാറുന്ന ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്മജ പറഞ്ഞ പല ആൾക്കാരും ഈ പാർട്ടിയിൽ ഈ ഇത്തരത്തിലുള്ള അസരസങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പേരെടുത്ത് പറയുന്നില്ല, പല വനിതാ പ്രവർത്തകർക്കും തന്നെ അതാത് രീതിയിലുള്ള പരിഗണന പാർട്ടി നൽകുന്നില്ല എന്നുള്ളത് വളരെ വളരെ വിഷമത്തോടെയാണ് പലരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ടി ഇത്തരത്തിലല്ല മുന്നോട്ട് നീങ്ങേണ്ടത്. ശക്തമായ രീതിയിൽ തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ട പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും സ്വന്തം കീശ വീർപ്പിക്കാതെയും, അതാത് ഇപ്പോ 2 കസേര ഉള്ളെങ്കിൽ 10 കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്, ആ 10 ആളും കൂടി ആ 2 കസേരയിലേക്ക് ഇരിക്കാൻ നോക്കുന്ന ആ രീതി ശരിയല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു അധികാരത്തിനും ഉങ്കിനും മാത്രമായുള്ള ആ ഒരു രീതിയിലേക്കുള്ള ആ ഒരു അധികാര വികേന്ദ്രീകരണത്തിലേക്കുള്ള ആ ഒരു പോക്ക് നിങ്ങൾ തടയിട്ടിട്ടില്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ വളർച്ചയല്ല ഉണ്ടാവുക, കോൺഗ്രസിന്റെ മരണമായിട്ട് ഉണ്ടാവുക എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പല പ്രമുഖരും പല സംസ്ഥാനങ്ങളിൽ നിന്നും BJPയിലേക്ക് ചേക്കേറുകയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നും ഇത്ര പ്രമുഖയായ ഒരു വ്യക്തിയാണ്
ഇപ്പോ ബി ജെ പിയിലേക്ക് പോയത്. ആ ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്നുള്ളതല്ല, അതിലുപരി അത്രയും പ്രശസ്തിയും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളുമാവുന്നേരം എത്രത്തോളം അത് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ പ്രാധാന്യം ഉള്ളതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ബി ജെ പി ഇല്ലെങ്കിലും അത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ആ ഒരു പ്രതിഫലനത്തിൽ അത് ബാധിക്കോ ഇല്ലയോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. എന്റെ മനസ്സിൽ അത് ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസ് ബി ജെ പിക്കെതിരെ കോൺഗ്രസിന്റെ ശക്തമായ മുന്നൊരുക്കം തന്നെ വേണം. അല്ലാതെ ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അധപ്പതനത്തിലേക്കായിരിക്കും. ഒന്നില്ലെങ്കിലും ഒന്നും പറയേണ്ട ആവശ്യമില്ല, അധപ്പതനം തന്നെയാണ്, പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രവർത്തകരൊക്കെ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും കോൺഗ്രസ് രക്ഷപ്പെടുന്ന ഒരു രീതിയല്ല നമ്മൾ കാണുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്കല്ല വേണ്ടത്. കൂടിയിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും കോൺഗ്രസിന് കഴിയണം. ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അധപ്പതനം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കേരളത്തിലുള്ള എത്രത്തോളം മത്സരിക്കുന്ന ആൾക്കാരെ പോലും പെട്ടെന്നും നല്ല രീതിയിലും അവർക്ക് പാർട്ടികളെ പ്രഖ്യാപിക്കാൻ പോലും പറ്റാത്ത ആ ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പല പടലപ്പിണക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളും. ബി ജെ പി മാത്രം ഏകാധിപത്യത്തിലേക്കല്ല നമ്മളെ രാജ്യം പോകേണ്ടത്. അത് ആദ്യം കോൺഗ്രസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താ പറയുക, കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും ഇത്തരം ചോർച്ചകളും കോൺഗ്രസ് ഒന്ന് ആലോചിക്കേണ്ടതും അതെന്താണെന്ന് അവർ ചിന്തിക്കേണ്ടതും അതിലൂടെ അതിന്റെ കാരണങ്ങൾ അവര് എന്താണെന്ന് തിരയുകയും കോൺഗ്രസിൽ നിന്നും ആരും അങ്ങോട്ട് പോവാതെ ആ കോൺഗ്രസിനെ ബലപ്പെടുത്തി കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുകയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ പോലും ബി ജെ പിയിലേക്കോ മറ്റുള്ള പാർട്ടിയിലേക്കോ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ആശാവഹമായ കാര്യമല്ല. അത് പാർട്ടിയെ ശിഥിലമാക്കുകയുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുതിർന്ന ആൾക്കാര് അത് കൂടിയിരുന്ന് അത് സംസാരിക്കുക, അതിന്റെ രീതി അതെന്താണോ അതിന്റെ കാര്യങ്ങൾ അത് പഠിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യണം. പാർട്ടി ഒറ്റക്കെട്ടായി എനിക്ക് ഇത്തരം ചെറിയ പാർട്ടിയിലുള്ള ചെറിയ ആൾക്കാർക്ക് പോലും പരിഗണനയും മറ്റുള്ള കാര്യങ്ങളും നൽകുകയും എല്ലാവരും ഒറ്റ കുടക്കീഴിൽ ആക്കുകയും ഈ ഉൾപാർട്ടി ഗ്രൂപ്പുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയും പിന്നെ കസാരകൾക്ക് മാത്രമായിട്ടുള്ള ആ ഒരു കസാരക്കളി നിർത്തി കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഭാവിയിലേക്ക് കോൺഗ്രസിന് നല്ലൊരു രീതിയിൽ വളരാൻ പറ്റൂ. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ മോശമായിരിക്കും. കോൺഗ്രസ് ഇല്ലാത്തൊരു ഭാരതം തന്നെയായി മാറാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കൊഴിഞ്ഞു പോക്കുകളാണെങ്കിൽ, ഇത്തരം കൊഴിഞ്ഞു പോക്കുകളും വാശിയും ഒക്കെ ആണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥിതി അധോഗതിയായിരിക്കും. അപ്പോൾ നമ്മൾ പത്മജന്റെ വിഷയത്തില് പത്മജ ചെയ്തത് ശരിയാണെന്നൊന്നും പറയുന്നില്ല. എന്താണ്, അത്രയും കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ മറ്റൊരു അതും ബി ജെ പിയിലേക്ക് മാറിയതിനോട് യാതൊരു താല്പര്യവുമില്ല. എന്താണ്, ബി ജെ പി അല്ലാതെ വേറെ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കെ മുരളീധരൻ പോയ മാതിരി എൻ സി പിയോ അല്ലെ ഡി ഐ സിയോ അങ്ങനെയൊക്കെ പല ഇതിലും കെ മുരളീധരൻ പോയിട്ടുണ്ട്, സ്വന്തം ആങ്ങളെ പോയിട്ടുണ്ട്. പക്ഷെ അതേമാതിരി ആണെങ്കിൽ പ്രശ്നമല്ല. ഇതൊരു മതേതര പാർട്ടി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ആണ് നമ്മളെല്ലാവരും കാണുന്നത് ബി ജെ പി. അപ്പൊ ആ ബി ജെ പിയിലേക്ക് പത്മജ പോയതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. അപ്പോ അത് അവര് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രീതിയിലോ നിൽക്കുകയാണെങ്കിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ബി ജെ പിയിലേക്ക് പോയതിനോട് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കുന്നില്ല, ഒരു തരം വഞ്ചന തന്നെയാണ്. അതല്ലാതെ ഇപ്പോ കരുണാകരനായാലും തന്നെ അവസാന നിമിഷത്തില് മാർക്സിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള യോജിച്ചു തന്നെയുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള കുതന്ത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ്, അവര് മറുകണ്ഠം ചാടുക എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരൊരു ചില ആൾക്കാരൊക്കെ ഒരു സ്ഥിരം ഹോബിയാണ്. പക്ഷെ എങ്കിലും ബി ജെ പിയിലേക്ക് പോയതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞോട്ടെ, നിങ്ങളെ ഈ പോക്ക് അപകടത്തിലേക്കാണ്. അപ്പോ നിങ്ങളെ ഈ അവിയൽ മുന്നണിയൊന്നും ഒരു കാര്യമാവില്ല. ഇന്ത്യ മുന്നണിയൊന്നും ഒരു ചുക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല.
കോൺഗ്രസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ മുന്നോട്ട് പോവുള്ളൂ. ഒരുപാട് ജനങ്ങൾ, ഇന്ത്യയിലെ ഒരു പറ്റം ജനങ്ങൾ നിങ്ങളെ അത്രയും തോളിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ നെഞ്ചിൽ, ഒരുപാട് ആൾക്കാരുടെ നെഞ്ചിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ ആ വികാരം ഞങ്ങളിലുണ്ട്. പക്ഷേ അത് അണികളിലിട്ടായിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളിൽ അത് ഓരോരുത്തരിലും എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസാരകൾക്ക് വേണ്ടി മാത്രമായി പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം, അല്ലെ അധികാരത്തിന് വേണ്ടി മാത്രമായി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അതിൽ വേണ്ടപ്പെട്ടവർക്ക് മാത്രം, നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് മാത്രവും ഗ്രൂപ്പിസവും കസാരകളിയും ഉൾപാർട്ടിയും ഒക്കെ ആണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തി നല്ല രീതിയിലൊന്ന് വിലയിരുത്തി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നാവും. അതല്ല ഇതേമാതിരി സ്വന്തം കീശയിലുള്ള തന്നെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ മരത്തിന്റെ ഇലകൾ തന്നെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ വളരെ കഷ്ടത്തിലേക്കാണ് കോൺഗ്രസിന്റെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഒന്നുകൂടി ഇതിൽ കൂടുതൽ കരുതലോടെ ശ്രദ്ധിക്കണം. അതേമാതിരി ഇത്തരം പടലപ്പിണക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഓരോ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലേക്ക് കടന്നു വരാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.